ബഡായി ബംഗ്ലാവിലെ ആര്യ. ആര്യക്ക് നേരെ ഒരു ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ കോൾ. അവർ വീഡിയോ ചെയ്തു. അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആര്യയുടെ ാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടം. അത് ആര്യ തന്നെ വീഡിയോയിൽ തുറന്നു പറഞ്ഞിട്ടോ. ആള് തുടക്കത്തിൽ യാതൊരു ഇതുമില്ല. അതായത് വിളിക്കുന്ന സമയം ആര് വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷണത്തിന്റെ ഭാഗമായിട്ടാകാൻ വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സ്വന്തം മൊബൈൽ നമ്പറിലേക്കല്ല വിളിച്ചിട്ടുള്ളത്, അവരുടെ കമ്പനി നമ്പറിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വാഭാവികമായിട്ടും വളരെ വൃത്തിയിൽ മാന്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെല്ലാവരും സംസാരിക്കുന്നുണ്ട് ആളോട്. പെട്ടെന്നാണ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ആര്യയുടെ ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ആള് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ സ്വയം ഭോഗം ചെയ്യുന്നുണ്ട് എന്ന് ആ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആര്യ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അത് പണമുണ്ടാക്കാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന രീതിയിലൊക്കെ പല ആളുകളും കമൻ്റ് ഇടുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആര്യ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേസ് കൊടുക്കണ്ട എന്ന് വെക്കുമ്പോൾ കൂടെയുള്ള അനൂപ് എന്ന് പറയുന്ന സുഹൃത്താണ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നത്. പിന്നീട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ വേറുള്ള ആളുകളുടെ ചാനലിലൂടെ വെറുതെ ഇട്ടിട്ട് വലിയ പ്രചരിപ്പിച്ചിട്ട് വലിയ കാര്യമില്ല വെച്ച് പറഞ്ഞിട്ടാണ് സ്വന്തം ചാനൽ വഴി അവർ ആ ഒരു വീഡിയോ ഇടാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഇതാണ് അല്ലേ, ഓരോ വിഷയങ്ങൾ കൊണ്ടുവരിക മുന്നിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ ആ ഒരു വിഷയത്തിൽ അവർ സിമ്പിളായിട്ടാണ് എടുത്തത്. കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അവർ തമാശ രൂപേണ എടുക്കുന്ന ആളവിടെ സ്വയംഭോഗം ചെയ്യുമ്പോൾ ആര്യയുടെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകതരം മൈൻഡിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആര്യ പറഞ്ഞ ഒരു ജെന്റിൽമാൻ ആണ്, സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്, കേസ് കൊടുക്കാൻ തോന്നിയില്ല എന്നൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ അവർ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ഒരാളിട്ട കമൻ്റാണ്, ആദ്യം സ്വയം ശരീരം മറച്ച് തുണി ഉടുക്കണം, പിന്നെ ഒരുത്തൻ്റെയും ശല്യം കാണില്ല. വഞ്ചനകുമാരി എന്തോട്ടെ. ആദ്യം സ്വയം ശരീരം മറച്ചു നടക്കാൻ, സ്വന്തം താല്പര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ എന്ത് തേങ്ങ കൊല ചെയ്തിരിക്കട്ടെ. ഇതാണ് വനജയുടെ എനിക്ക് പറയാനുള്ളത്. ഒരിനം കഴപ്പ്, അത്രമാത്രം. ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഇനം കഴപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക തോന്നി. ഈ നടിയെ ഇപ്പോൾ ആർക്കും വേണ്ട എന്ന് തോന്നുന്നു. മസ്താനി വാർത്തകളിൽ നിറയാൻ പ്രശസ്തയാവാൻ ചെയ്യുന്ന മാതിരി നാട്ടുകാർ പറയുന്നു. ഇവളും ചാൻസ് കിട്ടാൻ വേണ്ടി പിന്നെയും പ്രശസ്തിയിലേക്ക് വരാൻ വേണ്ടി അതായത് മനഃപൂർവ്വം പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് അവര് ചെയ്ത കരുതിക്കൂട്ടിയെടുത്ത വീഡിയോ ആണെന്നാണ് ഇവർ പറയുന്നത്. വല്ലാത്ത മനുഷ്യന്മാരാടോ. ചില ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള സംസാരങ്ങളും ചിലപ്പോൾ ഇത്തരത്തിലല്ല, ചില ബസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ട്രെയിനുകളിൽ നിന്നൊക്കെ പല ആളുകളും പല സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തുറന്നു പറയുമ്പോൾ ഫേമസ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെയല്ലേ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക. അപ്പോൾ അതും പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ച ആളുകൾക്ക് ഉണ്ടാവുന്ന വിഷമം എത്രത്തോളം ഉണ്ടാവും. എന്തായാലും ആര്യ കേസ് കൊടുക്കണ്ട വിചാരിച്ചു, പിന്നെ കേസ് കൊടുത്തു. എന്തായാലും ആളെ പൊക്കട്ടെ. കാരണം സെലിബ്രിറ്റീസ് എന്ന് പറയുന്നവരും മനുഷ്യരാണല്ലോ. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ. മസ്താനി വൈറലാവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവിടെ എന്തു നടന്നു എന്ന് നമുക്ക് കൃത്യമായി ഒന്നറിയില്ല. ആര്യയുടെ കാര്യത്തിൽ അവർ കോൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, ഫുൾ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ അവരുടെ മാറിടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അവർ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോ എടുത്തിട്ടില്ല. കാരണം അതുവരെ അയാൾ മാന്യമായി സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആളുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അവർ ഒന്നും പറയാതിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ ഞരമ്പന്മാരുടെ ഞരമ്പുകൾ തളരുന്നില്ല എന്നുള്ളതാണ്. അത് ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ പൊന്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും വിചാരിക്കേണ്ട. കാരണം ഇത് പറയാണ്ടിരുന്ന നാളെ പലരുടെയും അടുത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരു തടയലിടാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് പുറത്തു പറയുക എന്നുള്ളതാണ്. പ്രതികരിക്കാൻ കഴിയുന്നത് അപ്പം തന്നെ പ്രതികരിക്കുകയും ചെയ്യുക.